ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ EVS ആണ്. 3ാം ക്ലാസ്സിലെ എൻവയോൺമെൻറ്റൽ സയൻസ് പാർട്ട് 1. അതിലെ ഫസ്റ്റ് യൂണിറ്റ് ഗ്രീൻ എർത്ത് എന്നാണ്. ഗ്രീൻ എർത്ത്, പച്ച ഭൂമി, ഹരിത ഭൂമി, പച്ചപ്പുള്ള ഭൂമി, അതായത് ഗ്രീൻ എർത്ത് ഭൂമി. ഓക്കെ, അപ്പോൾ മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണോ നമ്മുടെ ഈ ചാനൽ കാണുന്നത്? 2ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ചു വന്ന മക്കളായിരിക്കുമ്പോൾ നമ്മുടെ ചാനലൊക്കെ കുറേ പേർക്ക് പരിചയം ഉണ്ടാകും അല്ലേ? പക്ഷെ കുറേ പേര് ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ എല്ലാ മക്കളും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻവയോൺമെൻറ്റൽ സയൻസ് മാത്രമല്ല, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോസ്, ക്ലാസ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യില്ലേ? അതുപോലെ തന്നെ എല്ലാ വീഡിയോസും, നമ്മുടെ 3ാം ക്ലാസ്സിലെ എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ട് ലൈക്ക് ചെയ്ത് ടീച്ചറിനെ സപ്പോർട്ട് ചെയ്യണം. അപ്പോഴാണ് ടീച്ചർക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ലെസൺസൊക്കെ വീഡിയോ ഇടാനായിട്ട് തോന്നുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ യൂണിറ്റിലേക്ക് പോകാം. യൂണിറ്റ് 1 ഗ്രീൻ എർത്ത് പാർട്ട് 2. നെക്സ്റ്റ്, ലൈഫ് ഇൻസൈഡ് ദ സീഡ്. വിത്തിൻ്റെ ഉള്ളിലെ ജീവൻ. വാവ്, ലൈറ്റ് എറൗണ്ട്, ഐ ആം എബവ് ദ സോയിൽ. വാവ്, ഈ നല്ല വെളിച്ചമുണ്ട് ചുറ്റും, ഞാൻ മണ്ണിന് മുകളിലാണ്. ഐ ആം എബവ് ദ സോയിൽ. ഹാവ് യു സീൻ സീഡ്സ് ജെർമിനേറ്റിംഗ്? വിത്ത് മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലെറ്റ് us ജെർമിനേറ്റ് എ സീഡ്. നമുക്കൊരു വിത്ത് മുളപ്പിക്കാം. ഇനി എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഫിൽ എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വിത്ത് സാൻഡ്. പ്ലാന്റ് 3 or 4 pea seeds slightly under the sand close to the glass. Wet the sand. Keep it for a few days. Observe the seed germinating. What changes can you see? Which part of the seed will germinate first? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നല്ല ഒരു ചില്ല് ഗ്ലാസ്സിൽ മണൽ നിറയ്ക്കുക. 3-4 പയർ വിത്തുകൾ ഈ മണ്ണിൽ ഗ്ലാസ്സിനോട് ചേർന്ന ഭാഗത്ത് മണ്ണിൽ താഴ്ത്തി വയ്ക്കുക. ഒരുപാട് താഴ്ത്തരുത് കേട്ടോ. മണൽ നനയ്ക്കുക. വിത്ത് മുളച്ചു വരുന്നത് നിരീക്ഷിക്കൂ. എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്? നമുക്ക് ഇതേപോലെ തന്നെ ഗ്ലാസ്സിൽ പഞ്ഞി വെച്ചിട്ട് പയർ വിത്ത് മുളയ്ക്കുന്ന വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോസ് നമുക്ക് നോക്കാം. വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്ന ഭാഗം ഏതായിരിക്കും? മനസ്സിലായില്ലേ? എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ വിത്തിന് സംഭവിക്കുന്നത്? വിത്തിൽ നിന്ന് ആദ്യം മുളച്ചു വരുന്നത് ഏത് ഭാഗമായിരിക്കും? How many days will it take for the first leaf to sprout? ആദ്യത്തെ ഇല, ഫസ്റ്റ് ലീഫ് ടു സ്പ്രൗട്ട്, ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുക്കും? ഒബ്സർവ്, ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഡ്രോ പിക്ചേഴ്സ് ടു. ഇങ്ങനെ എന്തൊക്കെയാണ് കാണുന്നത് എന്ന് നിരീക്ഷിച്ച് നിങ്ങളുടെ കണ്ടെത്തലുകൾ നിങ്ങളുടെ EVS നോട്ട് ബുക്കിൽ എഴുതുക. അതിൻ്റെ പിക്ചേഴ്സും വരയ്ക്കണം. അപ്പോൾ മൈ പ്ലാന്റ്, എൻ്റെ ചെടി. ജെർമിനേറ്റ് എ സീഡ് ഇൻ യുവർ ഹോം. നിങ്ങളുടെ വീട്ടിലൊരു സീഡ്, അതായത് വിത്ത്, നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് പരിസരത്തൊരു വിത്ത് മുളപ്പിക്കണം. എന്നിട്ട് യു ഷുഡ് പ്ലാന്റ് ദ സീഡ് വേർ ദർ ഈസ് ലൈറ്റ്. വേർ ദർ ഈസ് ലൈറ്റ്, നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം വിത്ത് നടാൻ. When the seed germinates and the plant grows, give it the manure needed. വിത്ത് മുളച്ച് ചെടി വളരുമ്പോൾ അതിന് ആവശ്യത്തിന് വളവും കൊടുക്കുക. You will observe more leaves sprouting in the plant, the stem growing, flowers and fruits appearing. എന്താണ്? സസ്യത്തിൽ കൂടുതൽ ഇലകൾ വരുന്നത്, തണ്ട് വളരുന്നത്, പൂക്കൾ വിരിയുന്നത്, കായ്കൾ ഉണ്ടാകുന്നത് ഒക്കെ നിരീക്ഷിക്കണം.
ഓക്കെ. പ്രിപ്പയർ ആൻ ആക്ടിവിറ്റി റിപ്പോർട്ട് ലൈക്ക് ദ സാമ്പിൾ ഗിവൺ അലോങ് വിത്ത് പിക്ചേഴ്സ്. ഇപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട്, ഒരു പ്രവർത്തന റിപ്പോർട്ട് ചിത്രസഹിതം തയ്യാറാക്കണം. അലോങ് വിത്ത് പിക്ചേഴ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ആക്ടിവിറ്റിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? മൈ പ്ലാന്റ്, എൻ്റെ ചെടി, ആക്ടിവിറ്റി റിപ്പോർട്ട്. ദ സീഡ് ടൈപ്പ്, വിത്തിൻ്റെ പേര്. ദ ഡേറ്റ് ഓഫ് പ്ലാന്റിങ്, വിത്ത് നട്ട തീയതി. ദ ഡേറ്റ് ഓഫ് ജെർമിനേഷൻ, ആദ്യത്തെ മുള വന്ന ദിവസം. ദ ഡേറ്റ് ഓഫ് ദ ഫസ്റ്റ് സ്പ്രൗട്ട്, ആദ്യത്തെ ഇല വിരിഞ്ഞ തീയതി. ദ ഡേറ്റ് ഓഫ് 2 ലീവ്സ് അപ്പിയറിങ്, 2 ഇലകൾ വന്ന തീയതി. പിന്നെ ദ ചേഞ്ചസ് ഇൻ ദ പ്ലാന്റ് ഇൻ 7 days, 7 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ചെടിക്കുണ്ടായ വ്യത്യാസങ്ങൾ. എന്തൊക്കെ വ്യത്യാസം? ഉയരത്തിൽ, ഹൈറ്റിൽ, തിക്നെസ്സിൽ, വണ്ണത്തിൽ എന്ത് വ്യത്യാസം? നമ്പർ ഓഫ് ലീവ്സ്, ഇലകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസം. ദ ഡേറ്റ് ഓഫ് ഫ്ലവറിങ്, പൂവ് വന്ന തീയതി. ദ ഡേറ്റ് ഓഫ് ഫ്രൂട്ട് അപ്പിയറിങ്, കായ് വന്ന തീയതി. ഇങ്ങനെ നമുക്ക് ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് ഇവിടെ തയ്യാറാക്കണം. അപ്പോൾ ഇവിടെ ഒരു ആക്ടിവിറ്റി റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് ജൂൺ 15 ശേഷം, ഡേറ്റ് ഓഫ് പ്ലാന്റിങ്, അതായത് വിത്ത് നടുന്നത് ജൂൺ 15 ശേഷം ഉള്ള തരത്തിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലാസ്സൊക്കെ തുടങ്ങി ഈ യൂണിറ്റ് എടുത്ത് അവിടെ എത്തുമ്പോഴേക്കും ജൂൺ 15 ആവും. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പ്രവർത്തന റിപ്പോർട്ട്, ഒരു ആക്ടിവിറ്റി റിപ്പോർട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ. പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്. ഇപ്പം നമ്മൾ ഒരു പ്ലാന്റ് സീഡിൽ നിന്ന് മുളച്ച്, അല്ലേ, സീഡിൽ നിന്ന് മുളച്ച് ഒരു പ്ലാന്റ് ഉണ്ടാവുന്നത് കണ്ടു. പ്ലാന്റ്സ് സീഡിൻ്റെ ഉള്ളിൽ നിന്നും മാത്രമല്ല, വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ ഉണ്ടാകും. സീ ദ സാപ്ലിങ്സ്, they are formed from the root of the curry leaf plant. കറിവേപ്പിൻ്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണ് ഇതൊക്കെ. താഴത്തെ തൈ നിൽക്കുന്നത് കണ്ടില്ലേ? അത് അതിൻ്റെ വേരിൽ നിന്ന് ഉണ്ടായതാണ്. ബട്ട് ദ സാപ്ലിങ്സ് ഓഫ് ദ മിറാക്കിൾ ലീഫ് പ്ലാന്റ്, മിറാക്കിൾ ലീഫ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇലമുളച്ചിയാണ് ഇവിടെ പറയുന്നത്. ആർ ഫോംഡ് ഫ്രം ദെയർ ലീവ്സ്, അതിൻ്റെ പേരിൽ നിന്ന് തന്നെ ഉണ്ട് ഇല മുളച്ചി. ഇല മുളച്ച് അതുമിലാണ് വേറെ ചെടി ഉണ്ടാകുന്നത്. സൈറ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു പ്ലാന്റ് തെച്ചി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ ആൻഡ് ജാസ്മിൻ ഫോർ എക്സ്പാൻഡിങ് ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. സൈറയും ഫ്രണ്ട്സും ഏതെല്ലാം ചെടികളാണ് ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ വെക്കാൻ ഉദ്ദേശിച്ചത്? തെച്ചി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ ആൻഡ് ജാസ്മിൻ. ക്ലാസിഫൈ ദീസ് പ്ലാന്റ്സ് അക്കോർഡിംഗ് ടു വിച്ച് പാർട്ട് ഓഫ് ദം ഈസ് പ്ലാന്റഡ്. ഈ ചെടികളെ ക്ലാസിഫൈ ചെയ്യണം, തരംതിരിക്കണം. എങ്ങനെ? ഏതിൻ്റെ അടിസ്ഥാനത്തിൽ? അക്കോർഡിംഗ് ടു വിച്ച് പാർട്ട് ഓഫ് ദം ഈസ് പ്ലാന്റഡ്, ഇതിൻ്റെ ഏത് പാർട്ടാണ് കുഴിച്ചിടുന്നത്, നടുന്നത് എന്ന ഇതിനനുസരിച്ച് അതിനെ ക്ലാസിഫൈ ചെയ്യണം. ഫൈൻഡ് ഔട്ട് മോർ പ്ലാന്റ്സ് ഇൻ ദീസ് കാറ്റഗറീസ്. ഈ കാറ്റഗറിയിൽ പെടുന്ന കൂടുതൽ ലീവ്സ് അല്ലെങ്കിൽ കൂടുതൽ പ്ലാന്റ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ സീഡ് നട്ടുണ്ടാവുന്നത് അവിടെ എഴുതുക, സ്റ്റെമ്മ് നട്ടുണ്ടാവുന്നത് അതിൻ്റെ അടിയിൽ എഴുതുക. പിന്നെ ഏതെല്ലാം പാർട്സാണുള്ളത്? പിന്നെ റൂട്ടിൽ നിന്നും പുതിയ സാപ്ലിങ്സ് ഉണ്ടാവുന്നുണ്ട്. കറി ലീഫൊക്കെ റൂട്ടിൽ നിന്നാണ് പുതിയ സാപ്ലിങ്സ് ഉണ്ടാകുന്നത്. നിശാഗന്ധിയും ഇലമുളച്ചിയും ഉണ്ടാകുന്നത് ലീഫിൽ നിന്നാണ്. പ്ലാന്റ് പാർട്സ് ആൻഡ് ദയർ ഫങ്ഷൻസ്. വൈ ഡസ് എ പ്ലാന്റ് ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? ആർ ആൾ ദ പാർട്സ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഒരു പ്ലാന്റിന് പലതരത്തിലുള്ള പാർട്സ് ഉണ്ടായിട്ടുള്ളത്? എല്ലാ പാർട്സും ഇമ്പോർട്ടൻ്റ് ആണോ? നോക്കാം അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണോ എന്ന്. പ്ലേസ് 3 ടെസ്റ്റ് ട്യൂബ്സ് ഇൻ എ സ്റ്റാൻഡ്.
സ്റ്റാൻഡിൽ 3 ടെസ്റ്റ് ട്യൂബുകൾ വെച്ചിട്ടുണ്ട്. ഫിൽ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ. ഫിൽ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് വിത്ത് റെഡ് കളർ വാട്ടർ ഇൻ ദ സെയിം എമൗണ്ട്. ഈ വാട്ടർ രണ്ടിലും ഒരേ എമൗണ്ടിലാണ് വേണ്ടത്. ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബിൽ വാട്ടർ, സെക്കൻഡ് ടെസ്റ്റ് ട്യൂബിൽ റെഡ് കളർ വാട്ടറാണ്. ഓക്കെ. കീപ് ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം വേണ്ട. കീപ് 3 മഷിത്തണ്ട് പ്ലാന്റ്സ് ഓഫ് ദ സെയിം സൈസ് ആൻഡ് undamaged roots in sunlight for 10 minutes and then keep them in separate test tubes. എന്താ മനസ്സിലായോ നിങ്ങൾക്ക്? ഇതിന്ന് 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവപ്പ് മഷി ചേർത്ത വെള്ളം അതേ അളവിൽ തന്നെ നിറയ്ക്കുക. വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തണം. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെയും വെക്കണം. വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ട് ചെടികൾ എടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വയ്ക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കുക. എന്ത് മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്ത് സംഭവിച്ചു? കാരണം എന്തായിരിക്കാം? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിൻ്റെ നിറം മാറിയത് എങ്ങനെ? ഇതിൽ വേരിൻ്റെ പങ്കെന്ത്? കണ്ടെത്തലുകൾ പരീക്ഷണക്കുറിപ്പായി എൻ്റെ പരിസര പുസ്തകത്തിൽ ചേർക്കൂ. ചിത്രവും വരച്ചു ചേർക്കൂ. ഇതാണ് നിങ്ങൾക്കിവിടെ തന്നിട്ടുള്ളത്. പ്ലേസ് 3 ടെസ്റ്റ് ട്യൂബ്സ് ഇൻ എ സ്റ്റാൻഡ്. ഫിൽ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ. ഫിൽ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് വിത്ത് റെഡ് കളർ വാട്ടർ ഇൻ ദ സെയിം എമൗണ്ട്. കീപ് ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ. കീപ് 3 മഷിത്തണ്ട് പ്ലാന്റ്സ് ഓഫ് ദ സെയിം സൈസ്. മഷിത്തണ്ട് പ്ലാന്റ് സെയിം വലിപ്പമാകണം. ആൻഡ് അൺഡാമേജ്ഡ് റൂട്ട്സ്, ഒട്ടും കേടുവരാതെ റൂട്ട് പൊട്ടാതെ പിഴുതെടുക്കണം. പിന്നെ അതിനെ ഇൻ സൺലൈറ്റ് ഫോർ 10 മിനിറ്റ്സ്. കീപ്പ് ഇറ്റ് ഇൻ സൺലൈറ്റ് ഫോർ 10 മിനിറ്റ്സ്. 10 മിനിറ്റ്സ് സൺലൈറ്റിൽ വെക്കണം. ആൻഡ് ദെൻ കീപ്പ് ദം ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്സ്. ഇങ്ങനെ വെച്ചതിന് ശേഷം അതിനെ വേറെ ടെസ്റ്റ് ട്യൂബുകളിലാക്കി വെക്കണം. ഈ 3 ടെസ്റ്റ് ട്യൂബുകളിലാക്കി വെക്കണം. കീപ് ദ ടെസ്റ്റ് ട്യൂബ്സ് ഇൻ പ്ലേസ് വേർ ദേ ക്യാൻ ഗെറ്റ് സൺലൈറ്റ്. അവർക്ക് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വേണം ടെസ്റ്റ് ട്യൂബ് വെക്കാൻ. ഒബ്സർവ് ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ പ്ലാന്റ്സ് ആൻഡ് വാട്ടർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ്സ്. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? എന്തു മാറ്റമാണ് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്? വാട്ട് ഹാപ്പൻ ടു ദ പ്ലാന്റ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ? വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലുള്ള ചെടിക്ക് എന്ത് സംഭവിച്ചു? വാട്ട് ഈസ് ദ റീസൺ? ഹൗ ഡിഡ് ദ കളർ ഓഫ് ദ പ്ലാന്റ്സ് സ്റ്റെം in the second test tube change? How did the color of the plant stem in the second test tube change? എന്താണ്? രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിൻ്റെ നിറം മാറിയത് എങ്ങനെയാണ്? How did the color of the plant stem in the second test tube change? What is the role of the root in this change? ഈ മാറ്റത്തിൻ്റെ പിന്നിൽ ഈ റൂട്ടിൻ്റെ പങ്ക് എന്താണ്? വേരിൻ്റെ പങ്ക്. റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ആൻഡ് ആസ് ആൻ എക്സ്പെരിമെൻ്റൽ നോട്ട് ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഇത് ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് പരിസര പുസ്തകത്തിൽ എഴുതി ചേർക്കണം കേട്ടോ. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, എന്ത് മാറ്റമാണ് കണ്ടത് എന്നതൊക്കെ പരിസര പുസ്തകത്തിൽ എഴുതി ചേർക്കുക. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡ്രോ ദ പിക്ചേഴ്സ് വരയ്ക്കാൻ മറക്കരുത്. ഇനി ഇവിടെ നല്ല പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കിവിടെ തന്നിട്ടുണ്ട്. പ്ലാന്റ്സ് പ്രിപ്പയർ ദ ഫുഡ് ദാറ്റ് ദേ നീഡ് ഇൻ ദെയർ ലീവ്സ്. പ്ലാന്റ്സ് അവയ്ക്ക് ആവശ്യമായ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അവരുടെ ലീവ്സിലാണ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. അത് അവരവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ബാക്കിയുള്ള ഫുഡ് പല പല ഭാഗങ്ങളിലായിട്ട് അവർ സ്റ്റോർ ചെയ്യുന്നു. അതർ ഓർഗാനിസംസ് യൂസ് ഇറ്റ് ആസ് ദെയർ ഫുഡ്. മറ്റുള്ള ജീവജാലങ്ങൾ
അവരുടെ ഫുഡായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആണ്. ഈ തണ്ടും ഇല വേര് ഇവയൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇവരുടെ ഡ്യൂട്ടിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്റ്റെം ചെയ്യേണ്ടത് കാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട് ടു ദ ലീവ്സ്. അവരെന്ത് ചെയ്യുന്നു? സ്റ്റെമ്മ് വേര് വലിച്ചെടുക്കുന്ന ഈ വെള്ളം അതേപോലെ പോഷകങ്ങളും ഇലകളിൽ എത്തിക്കുന്നു. ഇലകളിലാണല്ലോ ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അടുത്ത ലീഫിൻ്റെ ജോലി എന്താണ്? പ്രിപ്പയർസ് ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് ആവശ്യത്തിനുള്ള ആഹാരം നിർമ്മിക്കുന്നു. റൂട്ടിൻ്റെ ജോലി, റൂട്ടിന് ഇവിടെ 2 ജോലിയുണ്ട്. ഒന്ന് ഫിക്സസ് ദ പ്ലാന്റ് ഇൻ ദ സോയിൽ, പ്ലാന്റിനെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. അബ്സോർബ് ചെയ്യുക, വലിച്ചെടുക്കുക. വാട്ടറും പോഷകങ്ങളും മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുക. അപ്പോൾ 2 ഡ്യൂട്ടിയാണ് നമ്മുടെ റൂട്ടിനുള്ളത്. ഇനി വെറൈറ്റീസ് ഓഫ് ലീവ്സ്. അല്ല, ഇപ്പം മനസ്സിലായോ എന്തിനാണ് വിവിധ തരം പാർട്സ് ഈ സസ്യത്തിന്, ഈ പ്ലാന്റിന് ഡിഫറെൻറ്റ് പാർട്സ് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. റൂട്ടിനായാലും ലീഫിനായാലും സ്റ്റെമ്മിനായാലും നല്ല ഡ്യൂട്ടി ഉണ്ട്. ഇനി ഇതിൽ വരുന്ന ഫ്ലവറിനും ഫ്രൂട്ടിനും ഡ്യൂട്ടി ഉണ്ട്. അത് നമുക്ക് നോക്കാം. ഇവിടെ വെറൈറ്റീസ് ഓഫ് ലീവ്സ് ആണ്. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ലിസ്റ്റിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ ലീവ്സ്. ഒന്നാമതായിട്ട് ഇവിടെ ഹെഡിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്പർ, നെയിം ഓഫ് ദ പ്ലാന്റ്, ഷേപ്പ് ഓഫ് ദ ലീഫ്, ഡു ലീവ്സ് സ്മെൽ, കളർ ഓഫ് ദ ലീവ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കേണ്ടത്. അപ്പോൾ ഓരോ ലീഫിനും ഇതിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് നോക്കാം. നമ്പർ 1, നെയിം ഓഫ് ദ പ്ലാന്റ് തുമ്പ, ഷേപ്പ് ഓഫ് ദ ലീഫ് ലോങ് ആൻഡ് ടാപ്പറിങ്, ഡു ലീവ്സ് സ്മെൽ, തുമ്പയുടെ ചെടിയുടെ ഇലയ്ക്ക് മണമുണ്ടോ? യെസ്. കളർ ഓഫ് ദ ലീവ്സ്, തുമ്പയുടെ ഇലയുടെ കളർ ഗ്രീൻ. ഓക്കെ. ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ എഴുതുന്നത് നമ്പർ 2, ഹിബിസ്കസ്, ഷേപ്പ് ഓഫ് ദ ലീഫ് ബ്രോഡ് ആൻഡ് ഓവൽ, ഓവൽ ഷേപ്പാണ്, അതുപോലെ പരന്ന ഷേപ്പാണ്. ഡു ലീവ്സ് സ്മെൽ, ചെമ്പരത്തിക്ക് പ്രത്യേകിച്ച് സ്മെല്ല് ഇല്ല അല്ലേ? നോ. കളർ ഓഫ് ദ ലീഫ് ഗ്രീൻ. നമ്പർ 3, മണി പ്ലാന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. മണി പ്ലാന്റ്, ഷേപ്പ് ഓഫ് ദ ലീഫ് ഹാർട്ട് ഷേപ്പ്, ഹാർട്ടിൻ്റെ ഷേപ്പ് കൊടുത്തിട്ടുണ്ട്. ഡു ലീവ്സ് സ്മെൽ? യെസ്, അതിനൊരു മണമുണ്ട്. കളർ ഓഫ് ദ ലീവ്സ് ഗ്രീൻ ആൻഡ് യെല്ലോ പാച്ചസ്, പച്ചയിലൊരു മഞ്ഞ ഡിസൈൻ ഉള്ളതാണല്ലോ. അടുത്തത് ക്രോട്ടൺ ആണ്. ക്രോട്ടൺ ലോങ് ആൻഡ് നാരോ, ചിലത് ബ്രോഡും ഉണ്ട് കേട്ടോ. ലോങ്, ബ്രോഡ് ആൻഡ് നാരോ. ഡു ലീവ്സ് സ്മെൽ? നോ. കളർ ഓഫ് ദ ലീഫ് ഗ്രീൻ, റെഡ് ആൻഡ് യെല്ലോ. വാട്ട് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ്? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. എന്തൊക്കെ ഡിഫറൻസുകളാണ് നിങ്ങൾ കണ്ടത്? അത് എഴുതാൻ ശ്രമിക്കൂ. ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സ്, പല നിറത്തിലുള്ളവയുണ്ട്, പല നിറത്തിലുള്ളവ ഉണ്ട്. ദർ ഈസ് വെറൈറ്റി ഇൻ ഷേപ്സ്, അതുപോലെ തന്നെ ഷേപ്പിൻ്റെ കാര്യത്തിലും നല്ല വെറൈറ്റി ഉണ്ട്. സം ലീവ്സ് സ്മെൽ വൈൽ സം ഡു നോട്ട്, ചില ഇലകൾക്ക് മണമുണ്ട്, ചിലതിന് മണമില്ല. ഇതൊക്കെയാണ് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കിയത്. പ്ലേസ് ദ ലീവ്സ് അണ്ടർനീത്ത് ദ പേപ്പർ ആൻഡ് ഡ്രോ ഓവർ ഇറ്റ് വിത്ത് ക്രയോൺ. ഒബ്സർവ് ദ പാറ്റേൺസ്. അപ്പോൾ നമ്മളിവിടെ പാറ്റേൺസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതുപോലെയുള്ള പാറ്റേൺസ് നിങ്ങളും വരച്ച് നോക്കുക. ലീഫ് ഫിഗേഴ്സ്, ഇനി ലീഫ് കൊണ്ടുണ്ടാക്കുന്ന ഫിഗറാണ്. സീ ദ ഫിഗേഴ്സ് ഓഫ് ക്രീച്ചേഴ്സ് മെയ്ഡ് യൂസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലീവ്സ്. പലതരത്തിലുള്ള ഇലകൾ കൊണ്ട് ജീവികളെ ഉണ്ടാക്കിയത് നോക്കൂ. ക്യാൻ യു മേക്ക് സിമിലർ ഫിഗേഴ്സ്? നിങ്ങൾക്കും ഇതുപോലെ ഉണ്ടാക്കാമോ? അതേപോലെ തന്നെ ലീഫ് ഫിഗേഴ്സ് ഉണ്ടാക്കുക. ഓക്കെ. വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിലുണ്ട് വ്യത്യാസം. വെറൈറ്റീസ് ഓഫ് ലീവ്സ്
നമ്മൾ നോക്കി, പലതരത്തിലുള്ള ഇലകളെ നോക്കി. വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സിൽ വെറൈറ്റി ഉണ്ട് നമുക്ക് ഉറപ്പാണ് അല്ലേ. കളറിലൊക്കെ നല്ല വെറൈറ്റി ഉണ്ട്, ഇതളിൻ്റെ കാര്യത്തിലുണ്ട്. അപ്പം നോക്കാം. പ്ലീസ് ഡോണ്ട് പ്ലക്ക് മൈ ഫ്ലവേഴ്സ്. ഇതാരാ? ഇത് തുമ്പച്ചെടിയാണ്. തുമ്പച്ചെടി പറയാണ് എൻ്റെ പൂക്കൾ പറിക്കരുതേ. വൈ ഡസ് ദ പ്ലാന്റ് സേ നോട്ട് ടു പ്ലക്ക് ഇറ്റ്സ് ഫ്ലവേഴ്സ്? എന്തുകൊണ്ടാണ് ചെടി പൂ പറിക്കരുത് എന്ന് പറയുന്നത്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ്? എന്തൊക്കെയാണ് ഈ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഗുണങ്ങൾ? ഹൂ ആർ ബെനിഫിറ്റഡ്? ആർക്കൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ലിസ്റ്റ് ഔട്ട്. ബീസ് ഗെറ്റ് ഹണി. ഒന്നാമതായിട്ട് കൊടുത്തിട്ടുള്ളത് തേനീച്ചകൾക്ക് തേൻ കിട്ടുന്നു എന്നാണ്. ബീസ് ഗെറ്റ് ഹണി. പിന്നെന്താണ് ഗുണം? അടുത്തതായിട്ട് ഫ്രൂട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ദ ഫ്ലവേഴ്സ്. നമ്മൾ ചെടിയിൽ കായ ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. ആ കായ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ഫ്ലവേഴ്സിൽ നിന്നാണ്. ഫ്രൂട്ട്സ് മേക്ക് അസ് ഹാപ്പി. ഈ ഫ്രൂട്ട്സ് നമ്മളെ സന്തോഷിപ്പിക്കുന്നു. വി യൂസ് ഫ്ലവേഴ്സ് ടു ഡെക്കറേഷൻ. നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പൂക്കൾ ഉപയോഗിക്കുന്നു. പിന്നെ ബേർഡ്സ്, ഇൻസെക്ട്സ്, ബട്ടർഫ്ലൈസ് എക്സെട്ര യൂസ് ഹണി ആസ് their food. We use some flowers as medicines. Flowers help the formation of new plants. Different kinds of flowers. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സ്? ഫസ്റ്റ് വൺ റോസ്, കണിക്കൊന്ന. അപ്പോൾ ഏതൊക്കെ പൂക്കളാണുള്ളത്? റോസ്, കണിക്കൊന്ന, ജാസ്മിൻ, സീനിയ, 10 മണിപ്പൂവ്, മാരിഗോൾഡ് അല്ലേ. ചിലത് ഇവിടെ 2 എണ്ണത്തിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ നെയിം ഓഫ് ഫ്ലവേഴ്സ് ഗിവൺ ഇൻ ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. ഹൗ ഡു ദേ ഡിഫർ അതർ ദാൻ ഇൻ സ്മെൽ, കളർ ആൻഡ് ഷേപ്പ്? ഒബ്സർവ് മോർ ഫ്ലവേഴ്സ് ആൻഡ് റൈറ്റ് അബൌട്ട് ദം ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നമുക്കിവിടെ കുറച്ച് പൂക്കൾ തന്നല്ലോ അല്ലേ. അപ്പോൾ ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പൂക്കളുടെ പേരുകൾ നിങ്ങളിവിടെ കണ്ടെത്തി എഴുതണം. മണത്തിലും നിറത്തിലും ആകൃതിയിലും അല്ലാതെ, ഇത് 3ഉം അല്ലാതെ മറ്റേതെല്ലാം തരത്തിൽ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നുകൂടി കണ്ടെത്തണം. കൂടുതൽ പൂക്കളെ നിരീക്ഷിച്ച് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. ഓക്കെ. നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ്. ഇവിടെ തന്നിട്ടുള്ള ഈ ചെടികളൊന്നും പൂക്കാറില്ല. ഹാവ് യു സീൻ ദ പ്ലാന്റ്സ് ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്? ഈ പിക്ചറിൽ കാണുന്ന പ്ലാന്റ്സ് നോക്കിയോ? ഡു ദേ ബ്ലൂം? അവ പൂവിടുമോ? ഡു ആൾ ദ പ്ലാന്റ്സ് ബ്ലൂം? സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. നോക്കൂ, എല്ലാ പ്ലാന്റ്സും പൂക്കുമോ? ഇവിടെ പൂക്കാത്ത കുറച്ച് പ്ലാന്റ്സിൻ്റെ ചിത്രം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഡു ആൾ ദ പ്ലാന്റ്സ് ബ്ലൂം? നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ പ്ലാന്റ്സും പൂക്കുമോ? സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. അപ്പോൾ നമുക്ക് പൂക്കാത്ത ചെടികളൊക്കെ ഒന്ന് നോക്കി വെക്കാം കേട്ടോ. നിങ്ങൾ സ്കൂളിൽ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് കണ്ടെത്തിയിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ കൂട്ടിച്ചേർക്കുക. ദ മേജർ പാർട്സ് ഓഫ് ദ പ്ലാന്റ് ആർ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. ഒരു ചെടിയുടെ പ്രധാന ഭാഗങ്ങൾ, ഒരു സസ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് വേര്, തണ്ട്, ഇല എന്നിവയാണ്. ഫ്ലവേഴ്സ് ഡെവലപ്പ് അറ്റ് എ സ്റ്റേജ് ഓഫ് ദ പ്ലാന്റ്സ് ഗ്രോത്ത്. പ്ലാന്റിൻ്റെ ഒരു വളർച്ചയുടെ സമയത്ത് പൂവുണ്ടാവും. ഫ്ലവേഴ്സ് ദെൻ ബിക്കം ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സ് പിന്നീട് കായായി മാറുന്നു. ആൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം. എല്ലാ ചെടികളും സസ്യങ്ങളും പൂക്കുന്നില്ല. ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കെയിം ഫ്രൂട്ട്സ് ആൾസോ. എല്ലാ പൂക്കളും കായയായിട്ടും മാറുന്നില്ല. മനസ്സിലായില്ലേ? ഹാവ് യു സീൻ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് വാട്ടർ? ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വാട്ട് ആർ ദയർ ഫീച്ചേഴ്സ്? എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? ഇവയുടെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ: സ്റ്റോഴ്സ് വാട്ടർ ഇൻ ദ സ്റ്റെം. ഇതിൻ്റെ തണ്ടിൽ വെള്ളം നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും.
ഹാസ് തോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്. ഈ കാണുന്നത് ഇലകളല്ല കേട്ടോ, ഈ കാണുന്ന ഇലകളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഇത് ഈ ഇലകൾക്ക് പകരം നമുക്കിവിടെ കാണുന്നത് മുള്ളുകളാണ്. ഈ കാണുന്നത് എന്താണ്? സ്റ്റെമ്മാണ്. സ്റ്റെമ്മിൽ ലീവ്സിന് പകരം മുള്ളുകളാണുള്ളത്. ഹാസ് തോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്. നീഡ്സ് വെരി ലിറ്റിൽ വാട്ടർ. വളരെ കുറച്ച് വെള്ളമേ ആവശ്യമുള്ളൂ. ക്യാൻ ലിവ് ഇൻ ഹോട്ട് പ്ലേസസ്. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലും ഇവയ്ക്ക് ജീവിക്കാൻ കഴിയും. തിക്ക് ഗ്രീൻ സ്റ്റെം സ്റ്റോഴ്സ് വാട്ടർ. നല്ല കട്ടിയുള്ള ആ പച്ച സ്റ്റെമ്മ് വെള്ളം നന്നായി സ്റ്റോർ ചെയ്യുന്നു. ലീവ്സ് ആർ ചേഞ്ച്ഡ് ഇൻ ടു സ്പൈൻസ്. സ്പൈൻസ് പ്രൊട്ടക്ട് ദ പ്ലാന്റ്. ഗ്രോസ് ഇൻ ഹോട്ട് ആൻഡ് ഡ്രൈ പ്ലേസസ്. നീഡ്സ് വെരി ലിറ്റിൽ വാട്ടർ. നെക്സ്റ്റ് നീലക്കുറിഞ്ഞി. ദിസ് ഈസ് എ റെയർ പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. ഇതും ഒരു അപൂർവ ഇനം സസ്യമാണ്. ഇത് എങ്ങനെയാണ് ഈ സസ്യത്തിൻ്റെ ഫീച്ചർ എന്താണ്? ഒരു 12 വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ ഈ ചെടി പൂക്കുള്ളൂ. 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യമാണ് ഈ നീലക്കുറിഞ്ഞി. നീലഗിരി ഹിൽസ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ. ഈ നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ തന്നെ കാരണം ഈ നീലക്കുറിഞ്ഞിയാണ്. മനസ്സിലായില്ലേ? നീലഗിരി ഹിൽസ് ഗെറ്റ്സ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവർ നീലക്കുറിഞ്ഞി. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം. വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? എന്തൊക്കെയാണ് ഈ പ്ലാന്റ്സ് കൊണ്ട് നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ദേ ഗീവ് ഷെയ്ഡ്. അവ ഷെയ്ഡ് തരുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ഗീവ് ഷെൽട്ടർ. കുറേ പേർക്ക് അഭയം കൊടുക്കുന്നുണ്ട്. പ്രൊവൈഡ് ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ആസ് ഫുഡ് ടു ഓർഗാനിസംസ്. ലീവ്സ് അതേപോലെ അതിലുണ്ടാകുന്ന ഫ്രൂട്ട്സും കുറേ ജീവികൾക്ക് ഫുഡാകുന്നുണ്ട്. അതായത് ഗീവ്സ് ഫുഡ്. അപ്പോൾ ദേ ഗീവ് ഷെയ്ഡ്, ദേ ഗീവ് ഷെൽട്ടർ, ദേ ഗീവ് ഫുഡ്. ഓക്കെ, ഹെൽപ്പ് അസ് ടു ഗെറ്റ് ഫ്രഷ് എയർ. ദേ ഗീവ് ഫ്രഷ് എയർ. പ്ലാന്റ്സ് ആർ യൂസ്ഡ് ആസ് മെഡിസിൻസ്. മെഡിസിനായിട്ടും പ്ലാന്റ്സ് ഉപയോഗിക്കുന്നു. അപ്പോൾ ദേ ഗീവ് മെഡിസിൻസ്. പിന്നെ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. ഈ പ്ലാന്റ്സ് മണ്ണ് ഒലിച്ചു പോകുന്നത് തടയുന്നു. പ്ലാന്റ്സ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ. മണ്ണൊലിപ്പ് പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിതഭൂമിയാക്കി നിലനിർത്തണം. അത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? ഡോണ്ട് യു തിങ്ക് സോ? അപ്പോൾ ഗ്രീൻ എർത്താക്കിയിട്ട് നമ്മുടെ എർത്തിനെ വെക്കേണ്ടത് ആരുടെ കടമയാണ്? നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. കാരണം ഇത്രയും ബെനിഫിറ്റ്സ് ആണ് ഈ പ്ലാന്റ്സ് നമുക്ക് തരുന്നത്.